വിഷയത്തിൽ പ്രതികരിക്കാത്ത സംഘടന പക്ഷേ RS പോലും ഈ ഒരു പഹൽഗാമിന് ശേഷം അങ്ങനെ ആർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും. നിങ്ങളിപ്പോ UDF-ന്റെ ഘടകകക്ഷിയായിരിക്കല്ലേ. ഇപ്പൊ മറ്റ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന പോലെയല്ലല്ലോ മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അവകാശമുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തതാണ്. തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് UDF-ന്റെ ഒരു ഔദ്യോഗിക ചാനലായിട്ട് നിങ്ങളിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വിപ്രതിപത്തിയില്ല. നിങ്ങൾ ധീരമായി മുൻപോട്ട് പോവുക. UDF-ന് അതുവഴി ഒരു കരുത്ത് കിട്ടുമെങ്കിൽ അത് നല്ല കാര്യമാണ്. സമൂഹത്തിലിപ്പോൾ കൊള്ളാവുന്നവരും അവരെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊടുത്തതിന് ശേഷം ചാനലും അവരുടെ ഒരു പ്രചാരണം ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രചാരണം ഏറ്റെടുത്ത് പോയിക്കോളൂ. നിങ്ങളോട് വിപ്രതിപത്തിയില്ല, ഒരു അനിഷ്ടവും ഇല്ല. പക്ഷെ ആ പ്രചരണത്തിന് നമ്മളെ കൂട്ടുപിടിക്കാൻ നോക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനില്ല. അല്ല, 2019 മുമ്പല്ല, ഏത് കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ നല്ല വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട്. പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ജമാഅത്തെ ഇസ്ലാമി. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും. 2009 മുമ്പ് വരെ ഇല്ല. അത് നിങ്ങളുടെ ഒരു പച്ചക്കള്ളത്തിന് അനുകൂലമായി ചേർക്കുന്ന ഒരു വ്യാഖ്യാനമാണ്.